വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഒപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് സിനിമയാന്ന് പറയും. കാരണം അത്രയും ആഗ്രഹിച്ച് അത്രയും വേണം ഇതെനിക്ക് കിട്ടിയേ പറ്റുമെന്ന് ആഗ്രഹിച്ചു വന്നെത്തിയതാണ് ഈ ഒരു മേഖലയിൽ. അതിനുശേഷം ഒരുപാട് വർഷം അതിനുവേണ്ടി ശ്രമിച്ചു. പിന്നീട് സിനിമകൾ സംഭവിക്കുന്നു. അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോൾ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയ ധൈര്യം കുറേയധികം സുഹൃത്തുക്കൾ, എൻ്റെ ഒരു കുടുംബം പോലെയുള്ള, ഞാൻ വിളിച്ചാൽ നീ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ. അപ്പം എല്ലാവരും വന്നൊരു ധൈര്യത്തില് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ചെന്നൈയിൽ ഒരുമിച്ച് നടന്നപ്പോൾ വിഷ്ണു ശശികൾ ഞാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതാ എന്തെങ്കിലും ഭാവിയിൽ നമ്മുടെ പേര് പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുമെന്ന്. ഇന്ന് വലിയ സന്തോഷം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പറ്റുന്നു. അതിന്റെ ഭാഗമായി ഒരു സിനിമ അതും ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറെ സിനിമകൾ തരാമെന്ന് ഇവിടെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാധയ്ക്കൊക്കെ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ അമ്മയും അച്ഛനോട് ഇരിപ്പുണ്ട്. കാരണം പണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുമ്പം ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഇവിടെ എത്തിയത്. പക്ഷെ ഇന്ന് ഇതുപോലൊരു വേദിയിൽ ഞാൻ നിൽക്കുമ്പം അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയൊക്കെ പറ്റൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ടെക്സസ് ഫിലിം ഫാക്ടറിയുടെ അംജിത്ക്കയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്ത് ഞാനുണ്ട് കൂടിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യം തന്ന എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറേയധികം ആളുകൾ. അപ്പൊ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. എന്നെ സ്നേഹിക്കുന്ന അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറെ അധികം നല്ല സിനിമകൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായുള്ള ഈ ചടങ്ങില് ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നത് ഒരുപാട് സന്തോഷം. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. അതുകൊണ്ട് ഞാൻ അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. പിന്നെ ഞാൻ സാധാരണ നമ്മളൊരു വേദിയിൽ പോകുമ്പം വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഗസ്റ്റുകളിൽ നിന്ന് വിളിക്കണം. അപ്പൊ ഇന്ന് ഒരാഗ്രഹം ഞങ്ങളുടെ ടീം പറഞ്ഞിരുന്നു, ഇവിടെ വന്നതിൽ നിന്ന് ഇതിൽ ജോലി ചെയ്യാൻ പോകുന്ന റൈറ്ററുടെയും ഡയറക്ടറുടെയും ഒക്കെ അമ്മമാരുടെ ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കണം ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടി അത് ചെയ്യുന്നത്